ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്നത് ഫയർ എക്സ്റ്റിങ്ഷറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ചിലവർ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ഇതുമായിട്ട് നല്ല ചിരപരിചിതമായിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ, അതായത് തീ കത്താണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് ഉപയോഗിക്കാൻ മിക്കുള്ളവർക്കും അറിയാൻ പറ്റത്തില്ല. മിക്കുള്ളവരും ഇത് കണ്ടിട്ടുണ്ടാവും, സിനിമയിലും പല രീതിയിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ രീതിയിലൊന്നും അവർക്ക് ആ ഒരു ടൈമിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും അറിയുന്നതിന് വേണ്ടിയാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പാസ് എന്ന് പറയുന്നത്. PASS. അപ്പോൾ P സ്റ്റാൻഡ്സ് ഫോർ ഈ പിന്ന്, ഇതാണ് P, അതായത് ഈ പിന്ന് വലിച്ചൂരുക. അതായത് അടുത്തത് എ എന്ന് പറഞ്ഞാൽ എയിം ചെയ്യുക. അപ്പോൾ എവിടെയാണ് ഫ്ലെയിമിൻ്റെ ബേസിൽ തന്നെ എയിം ചെയ്യണം, എന്നാലേ നമുക്ക് തീ അണയ്ക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബേസിൽ നമ്മൾ എയിം ചെയ്യുക. അടുത്തത് S, സ്ക്യൂസ് ചെയ്യുക. അതായത് പിന്നെ ഒരു കഴിഞ്ഞല്ലോ, അപ്പോൾ ഇത് സ്ക്യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രസ് ചെയ്യുക. അടുത്തത് സ്വീപ്പ് ചെയ്യുക, നന്നായിട്ട് തൂക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഫ്ലെയിമിൻ്റെ അടിവശത്ത് നന്നായിട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലെയിം അണയ്ക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് വീശിയിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു വാഹനം കത്തിയിട്ട് രണ്ടുപേരും വന്ന് ഇത് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാതെ അവിടെ കൂടി നിന്നവരും തീയണയ്ക്കാൻ ശ്രമിച്ചവരും കാറിൻ്റെ ബോണറ്റ് വലിച്ച് കയറി തുറക്കാൻ ശ്രമിച്ചവരും എല്ലാവരെയും മുഖത്തൊക്കെ വെച്ച് അടിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പല വീഡിയോകളിലും മറ്റും കണ്ടിട്ടുണ്ടാവും, മറ്റേ പെട്രോൾ പമ്പിലും, അതായത് വാഹനം ഫ്യൂവല് ഫില്ല് ചെയ്യുന്ന ടൈമിലും ഒക്കെ തീ എത്തുന്നതും ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അണയ്ക്കാൻ പറ്റുന്നൊരു തീയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഫയർഫോഴ്സ് വന്നിട്ട് അണച്ചോളും കേട്ടെ. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ലേ, ഈ കാണുന്നത് ഗ്രീനിലായിരിക്കണം എപ്പോഴും. ഇത് ഗ്രീനിലായിരിക്കണം. ഈ പിന്നാണ് ഊരേണ്ടത്. ഇത് സാധാരണ ഒരു സേഫ്റ്റി ലോക്കൊക്കെ ഉണ്ടാവും, പല രീതിയിലുള്ള സേഫ്റ്റി ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഇതാ വലിച്ചൂരേണ്ടത്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, ഇത് സ്വീപ്പ് ചെയ്യുക, എയിം ചെയ്യുക. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്, അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാവുന്നത്. വാഹനങ്ങളിൽ ഹെവി വണ്ടികളിൽ ഇതുപോലത്തെ ഫയർ എക്സ്റ്റിങ്വിഷർ കാണും. ചെറിയ വണ്ടികളിലും ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ചിലപ്പോൾ ഒരു ചെറിയ ഫയർ എക്സ്റ്റിങ്വിഷർ കാണും. അപ്പോൾ വാഹനത്തിന് മിക്കവാറും ഈ ബോണറ്റിൻ്റെ അകത്തു നിന്നായിരിക്കും പുക ഉയരുന്നതും തീ എത്തുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ വേറെ ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് രക്ഷപ്പെടുക. അത് കഴിഞ്ഞ് നമ്മൾ ബോണറ്റിൻ്റെ ലിവറൊന്ന് വലിച്ചേക്കുക. കാര്യം ബോണറ്റൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ തീ അണയ്ക്കുക. അപ്പോൾ വാഹനം അധികം കത്താതെ രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, എന്തായാലും ബോണറ്റ് വലിച്ചു തുറന്നിട്ട് ഇറങ്ങി ഓടുക. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും തീ അണയ്ക്കും.